Good afternoon, all. Good afternoon, ma'am. ക്ലാസ്സിലായിരുന്നു പറ്റില്ലല്ലോ. സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും ഇന്ന് ഓക്കെ. അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എല്ലായിടത്തും. ഉണ്ടോ? മഴയൊക്കെ ഉണ്ടോ അവിടെ? മഴയാണ്. നെറ്റിന്റെ റേഞ്ച് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കാം. മേബി സാറ്റർഡേ കൂടിയാണല്ലോ, അതുകൊണ്ടായിരിക്കും അല്ലെ. ക്ലാസ്സിലേക്ക് കുറച്ച് രണ്ടുപേരാണല്ലോ ആകെ. കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് തുടങ്ങി വെക്കാം. കാരണം ക്ലാസ്സിൽ കയറിക്കോളും ബാക്കിയുള്ളവര്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് വായിച്ചു നോക്കാട്ടോ. നമ്മൾ എടുത്തു നിർത്തി അത്രയും ഒന്നും ജസ്റ്റ് ഒന്ന് വായിക്കാം. എടുത്തത്രയും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് പഠിച്ചത്. ഇനി നെക്സ്റ്റ് വൺ നമ്മള് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. അടുത്തൊരു ഓക്കെ, അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇനി എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ. Then പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. നോക്കാം, പെർഫോമൻസ് മാനേജ്മെന്റ് അല്ലെ. അപ്പൊ ആ പേരിൽ തന്നെയുണ്ട് എംപ്ലോയീസിന്റെ പെർഫോമൻസിനൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കാം, the performance management process is a collaborative communication based process where employees and management work together to plan, monitor and review the employees' objectives, long-term goals, job trajectory, and comprehensive contribution to the company. Performance management process എന്ന് പറയുന്നത് ഒരു കൊളാബറേറ്റീവ് പ്രോസസ് ആണെന്ന്. എന്താ കൊളാബറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കൊളാബറേറ്റീവ്, കോപ്പറേറ്റീവ് അല്ലെങ്കിൽ കൊളാബറേറ്റീവ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അതിന്റെ മീനിങ്? കോപ്പറേറ്റീവ് അല്ലെങ്കിൽ കൊളാബറേറ്റീവ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ല? HRM ബേസ്ഡ് അല്ല, അല്ലാതെ പാർട്ട്നറിംഗ് ആണോ? കൊളാബറേറ്റ് എന്ന് വെച്ചാൽ ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. സോ ഈ പെർഫോമൻസ് മാനേജ്മെന്റ് സഹകരിക്കുക. യെസ്, അതായത് മാനേജ്മെന്റും എംപ്ലോയീസ് ഒക്കെ തമ്മിലുള്ള ഒരു സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതുപോലെ തന്നെ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് പ്രോസസ് ആണ്. അതായത് അവിടെ എംപ്ലോയീസും അതുപോലെ തന്നെ എന്താണ് മാനേജ്മെന്റ് തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. Then where employees are management work together, കണ്ടോ, അവര് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. അതാണ് കൊളാബറേറ്റീവ് പ്രോസസ് ആണ് എന്ന് പറയുന്നത്. Then work together to plan, ഒന്നിച്ച് അവര് വർക്ക് ചെയ്യുന്നു, ഒന്നിച്ച് അവര് പ്ലാൻ ചെയ്യുന്നു. Then monitor and review employees objectives, അതായത് എംപ്ലോയീസിന്റെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സിനെ അവര് നിരീക്ഷിക്കുന്നു, മോണിറ്റർ ചെയ്യുന്നു. Then അവര് റിവ്യൂ ചെയ്യുന്നു.
Then long-term goals, job trajectory and comprehensive contribution to the company. അതുപോലെ തന്നെ ജോബ് ട്രാജക്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലിയുടെ ഒരു പാത, അതായത് ആ ജോലിയുടെ ഒരു ഡയറക്ഷൻ, എങ്ങനെയാണ് അവൻ ജോലി ചെയ്യുന്നത്, എംപ്ലോയീസിന്റെ ആ ഒരു വർക്കിന്റെ ആ ഒരു റൂട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പോ ഇതിന് എല്ലാം അവര് ഒരുമിച്ച് നിന്നിട്ടാണ് ആസൂത്രണം ചെയ്യുന്നത്. അവിടെ മാനേജ്മെന്റ് മാത്രമല്ല, മറിച്ച് മാനേജ്മെന്റും എംപ്ലോയീസും കൂടി ഒന്നിച്ചു. സോ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന്. അവിടെ ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്, ദെൻ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു, ദെൻ മോണിറ്റർ ചെയ്യുന്നു അവരുടെ ലക്ഷ്യങ്ങളും ലോങ് ടേം ഗോൾസ് അല്ലെ, നീണ്ട ദീർഘനാളത്തെ ലക്ഷ്യങ്ങളും മറ്റും അവരെ ഒന്നിച്ചാണ് മോണിറ്റർ ചെയ്യുന്നതും ദെൻ അതിന്റെ പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രണ്ടുപേരും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണ് വരുന്നത്. ഓക്കെ, പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ് ക്ലിയർ ആയോ എന്താണെന്നുള്ളത്? രണ്ടുപേരുടെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ എന്താണ് ഒന്നിച്ച് പ്രവർത്തിക്കുന്നു, അതാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ പെർഫോമൻസ് മാനേജ്മെന്റ്? ദെൻ നെക്സ്റ്റ് വൺ, ഇനി നമ്മൾ ഈ പെർഫോമൻസ് മാനേജ്മെന്റിൽ പറയുന്ന പ്രോസസ്സുകൾ, ഓരോ സ്റ്റെപ്പുകളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓരോ സ്റ്റെപ്പുകളാണ് കേട്ടോ. അപ്പോ അതിന്റെ സ്റ്റെപ്പുകൾ വായിക്കുമ്പോൾ നമ്മൾ അതിൽ ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ അതിൽ കൂടുതൽ നമുക്ക് പഠിക്കാനൊന്നുമില്ല. സോ അത് കൃത്യമായിട്ടും ആ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നമ്മളത് മനസ്സിലാക്കി വെക്കുക. കാരണം ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, ചിലപ്പോൾ നമ്മൾക്ക് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വായിച്ചാൽ അത് മനസ്സിലാകില്ല. കാരണം വേർഡ് സെന്റൻസുകളാണെങ്കിലും കുറച്ച് വളച്ചൊടിച്ച് തന്നിരിക്കുന്ന സെന്റൻസുകളാണ്. സോ നിങ്ങൾ 1-2 പ്രാവശ്യം വായിക്കണം. വായിച്ചാൽ മാത്രമേ നമുക്കത് അതിന്റെ മീനിങ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വായിച്ചിട്ട് മാക്സിമം ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാകുന്ന രീതിയിലായിട്ട് ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞു തരാം. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വായിക്കണം. 1-2 പ്രാവശ്യം വായിച്ചാൽ അത് കിട്ടിയില്ല. സോ നല്ല രീതിയിൽ അത് വായിച്ച് നിങ്ങളുടേതായ രീതിയിലോട്ട് അതിനെ മനസ്സിലാക്കി എടുക്കണം. ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് തരുന്നുണ്ട്, അതനുസരിച്ചിട്ട് പഠിച്ചു പോകാം. ഓക്കെ, നോക്കാം. പ്ലാനിങ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാനിങ് ചെയ്യണേണ്. ഇനി പ്ലാനിങ്ങിന്റെ ഉള്ളിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ്, 3 കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ പ്ലാനിങ്ങില ഡിഫൈനിങ് സ്റ്റേജ് ഉണ്ട്, അതുപോലെ ഫീഡ്ബാക്ക് സ്റ്റേജ് ഉണ്ട്, അപ്രൂവൽ സ്റ്റേജ്. അപ്പോൾ ജസ്റ്റ് ഒരു പ്ലാൻ ചെയ്യുന്നത് മാത്രമല്ല, ആ പ്ലാനിങ്ങിന്റെ ഉള്ളിൽ തന്നെ 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് പ്ലാനിങ് നോക്കാം. അപ്പൊ പ്ലാനിങ്ങില ആദ്യത്തെ സ്റ്റെപ്പാണ് ഡിഫൈനിങ് സ്റ്റേജ്. ഡിഫൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്ന അല്ലെങ്കിൽ അവർക്ക് നിർവചിക്കുന്ന ഒരു ഘട്ടം ഡിഫൈനിങ് സ്റ്റേജ്. ഡിഫൈനിങ് സ്റ്റേജിൽ എന്താണ് പറയുന്നത് നോക്കാം. The performance management process starts with the planning stage. Okay, performance management process start ചെയ്യുന്നത് പ്ലാനിങ് സ്റ്റേജിലാണ്. Then HR and management need to specify job itself, including a comprehensive description, long and short-term goals, identify key objectives and develop clear metrics for how those objectives and goals will be determined. പറയാട്ടോ, ഒറ്റ സെന്റൻസ് ആണ്, അർത്ഥം പറഞ്ഞു തരാം. അപ്പോൾ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാനിങ് ആണ് അല്ലെ. നമുക്കറിയാം ഏതൊരു പ്രോസസ്സിനും നമ്മൾ ആദ്യം എന്തുണ്ടാകും? ഒരു പ്ലാനിങ് ഉണ്ടാകും. പ്ലാനിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പുകൾ വരുന്നത്. സോ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ആദ്യ ഘട്ടമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ പ്ലാനിങ് സ്റ്റേജിൽ നിന്നാണ് നമ്മൾ ഇത് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ HR മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? HR ആൻഡ് മാനേജ്മെന്റും ആ ഒരു ജോലി, നമ്മൾ എന്താണോ സ്പെസിഫിക് ജോബ് അവര് അറിഞ്ഞിരിക്കണം. ആ ഒരു ജോലിയുടെ വിവരണങ്ങൾ സ്പെസിഫൈ ചെയ്യണം. എങ്ങനെയൊക്കെയാണ് വരുന്നത് ജോബ്, റെസ്പോൺസിബിലിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ജോലിയുടെ തന്നെ ലോങ് ടേം ഷോർട്ട് ടേം ആയിട്ട് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ അല്ലെ. ചെറിയ ഷോർട്ട് ടേമിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ലോങ് ടേമിലുള്ള ലക്ഷ്യങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ടും ഈ ഒരു പ്ലാനിങ് പ്രോസസ്സിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. Then identify key objectives and develop clear metrics for how those objectives and goals will be determined. Then രണ്ടാമതായിട്ട് പറയുന്നത്, അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പ്ലാനിങ് സ്റ്റേജ് ആണ്. അതിൽ HR മാനേജ്മെന്റും ജോബിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറയണം. അതുപോലെ തന്നെ എന്താണ് ലോങ് ടേം ഗോൾസും ഷോർട്ട് ടേം ഗോൾസിനെ കുറിച്ച് ഒബ്ജക്റ്റീവ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. ദെൻ വീണ്ടും പറയുന്നത് അവര് പ്രധാന ലക്ഷ്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തിടണം. കണ്ടോ, ഐഡന്റിഫൈ കീ ഒബ്ജക്റ്റീവ്സ്,
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാന ലക്ഷ്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ അതിന് നമ്മൾ ഗോൾസ് ആൻഡ് ഡിറ്റർമിൻഡ് ഏതൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയണം, ഡിറ്റർമിൻ ചെയ്തിരിക്കണം. അതായത് എംപ്ലോയീസിനോട് പറയണം ഇതൊക്കെയാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ. ഡൺ ഇൻ ഇറ്റ് സ്മാർട്ട് ഫോർമാറ്റ്. ഇനി ഇപ്പൊ ലക്ഷ്യങ്ങൾ പറഞ്ഞു, ഇനി ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കേണ്ടത് സ്മാർട്ട് ഫോർമാറ്റിലായിരിക്കണം എന്ന് കേട്ടോ. അത് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സ്മാർട്ട് ഫോർമാറ്റ്, സ്മാർട്ട് എന്നുള്ളത് ഒരു ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുകയാണ്. സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റിലവന്റ്, ടൈം ബേസ്ഡ്. കണ്ടോ, ഈ ഒരു മെത്തേഡിലായിരിക്കണം നമ്മൾ ലക്ഷ്യങ്ങൾ കൈവരിക്കുക. സ്മാർട്ട് ഫോർമാറ്റ് അണ്ടർലൈൻ ചെയ്യാം. എക്സാമിന് ചിലപ്പോൾ സ്മാർട്ടിന്റെ ഫുൾ ഫോം ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കണേ. എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കാം, റിലവന്റ് ആയിരിക്കണം, ടൈം ബേസ്ഡ് ആയിരിക്കണം. ഓക്കെ, അണ്ടർലൈൻ ചെയ്തുള്ള എല്ലാവരും എക്സാമിന് ചോദിക്കോട്ടോ അത് സ്മാർട്ട് ഫോർമാറ്റ്. ഓക്കെ, അപ്പോ എന്താണ് നമ്മുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാം. ഇനി ലക്ഷ്യങ്ങൾ നമ്മൾ ഡൺ ചെയ്യേണ്ടത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം. സ്പെസിഫിക് ആയിട്ട് വേണം, മെഷറബിൾ ആയിട്ട് വേണം, അറ്റൈനബിൾ, റിലവന്റ് ആയിരിക്കണം, കൃത്യമായിട്ടുള്ള ഒരു ടൈം ബേസ്ഡ് ഉണ്ടായിരിക്കണം. ആൻഡ് ക്ലിയർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഷുഡ് ബി സെറ്റ്. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് സ്റ്റേജ് ഡിഫൈനിങ് സ്റ്റേജ് ഒന്നുകൂടി പറയണോ? ഓക്കെ ആണോ? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്. ഇപ്പൊ നമ്മുടെ ജോലിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ പറയണം, നമ്മുടെ ലക്ഷ്യങ്ങൾ പറയണം, പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയണം. then അത് ഡൺ ചെയ്യേണ്ടത് സ്മാർട്ട് ഫോർമാറ്റിലായിരിക്കണം. അത്രേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് നോക്കാം. ദ ഫീഡ്ബാക്ക് സ്റ്റേജ് അല്ലെ, ഫീഡ്ബാക്ക് സ്റ്റേജ് ആണ്. നോക്കാം. വൺസ് മാനേജ്മെന്റ് ഹാസ് ഫിനിഷ്ഡ് specifying stage, employees should have the opportunity to give input on this material. They are one doing their job and will have a key insight into what skills, competencies and goals will most efficiently contribute to company goal attainment. Once management has finished specified stage, അതായത് ഫസ്റ്റ് ആദ്യത്തെ ഘട്ടം നമ്മൾ പൂർത്തിയാക്കി അല്ലെ, ഡിഫൈനിങ് സ്റ്റേജ് നമ്മൾ പൂർത്തിയാക്കിയതിനു ശേഷം employees should have the opportunity to give input on this material. എംപ്ലോയീസിന് അതിൽ അഭിപ്രായം പറയാനായിട്ട്, മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഇപ്പോ പ്ലാനിങ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്, ജോലിയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു. സോ എംപ്ലോയീസിന് അവരുടെ കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമ്മൾ കൊടുക്കണം രണ്ടാമത്തെ സ്റ്റേജിൽ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ലക്ഷ്യങ്ങള്, പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ജോബ് സ്പെസിഫിക്കേഷൻ, ജോലിയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ സെക്കൻഡ് സ്റ്റേജിൽ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എംപ്ലോയീസിനും അതിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻ പറയാനായിട്ടുള്ളൊരു അവസരം കൊടുക്കണം. കണ്ടോ, ഓപ്പർച്യൂണിറ്റി ടു ഗിവ് ഇൻപുട്ട് ഓൺ ദിസ് മെറ്റീരിയൽ. അവര് നമ്മൾ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങളില് എംപ്ലോയീസിന്റെയും കൂടി ഒരു അഭിപ്രായം പറയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. They are all doing their job and will have a key insight into what skills, competency and goals will most efficiently contribute to company goal attainment. Then ഇനി അവസരം മീൻസ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നത് എംപ്ലോയീസ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും എംപ്ലോയീസിന് കൂടി ലക്ഷ്യങ്ങളും മറ്റും തീരുമാനിക്കുന്നത് ആരാണ്? മാനേജ്മെന്റ് ആയിരിക്കും അല്ലെ. പക്ഷെ ആ ലക്ഷ്യങ്ങളിലോട്ട് എത്തിച്ചേരുന്നത് ആരാണ്? ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത് ആരാണ്? മാനേജ്മെന്റ് മാത്രമാണോ? ആണോ? കമ്പനിയുടെ ഗോൾസും ലക്ഷ്യങ്ങളും ടാർഗറ്റും കാര്യങ്ങളൊക്കെ വെക്കും. പക്ഷെ ഇതെല്ലാം അച്ചീവ് ചെയ്യുന്നത് ആരാണ്? ആരായിരിക്കും അച്ചീവ് ചെയ്യുന്നത്? കമ്പനി മാനേജർ ആണോ അറ്റൈൻ ചെയ്യുന്നത്? ആണോ? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ലക്ഷ്യങ്ങളൊക്കെ കമ്പനി തയ്യാറാക്കും അല്ലെ, പ്ലാനൊക്കെ ചെയ്യും. പക്ഷെ അത് നടപ്പാക്കേണ്ടത് ആരാണ്? എംപ്ലോയീസ് അല്ലേ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് അല്ലേ, അല്ലെങ്കിൽ എംപ്ലോയീസ് അല്ലേ വർക്ക് ആക്കുന്നത്. സോ അതിനാലാണ് നമ്മൾ എംപ്ലോയീസിന് ഒരു അവസരം അവിടെ കൊടുക്കണം എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ഒക്കെ തീരുമാനിക്കുമ്പോൾ എംപ്ലോയീസിനും ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കൊടുക്കുക. കാരണം വർക്ക് ചെയ്യുന്നത് ആരാണ്? എംപ്ലോയീസ് ആണ്. സോ എംപ്ലോയീസിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നമ്മൾ തീർച്ചയായിട്ടും നൽകിയിരിക്കണം. പിന്നെ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് നമ്മള് കമ്പനിയുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വ്യക്തി ആരാണ്? എംപ്ലോയി തന്നെയാണ്. കണ്ടോ, they are all one doing their job and will have key insight to work skills, competency. ഏറ്റവും കമ്പനിയുടെ ഒരു ഗോൾ അറ്റൈൻമെന്റ് ചെയ്യാനായിട്ട്, കമ്പനിയുടെ ആ ലക്ഷ്യം
നേടാനായിട്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ്. സോ എംപ്ലോയീസിന്റെ കഴിവുകളും ലക്ഷ്യങ്ങളും എന്നിവയെ കുറിച്ചിട്ടുള്ള ഒരു ഇൻസൈറ്റ് ആർക്കുണ്ടായിരിക്കും? ഈ മാനേജേഴ്സിനും മറ്റും ഉണ്ടായിരിക്കും. ആ ഒരു വ്യക്തിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ആൾക്ക് ഇത്ര കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോമ്പിറ്റൻസീസ് ഉണ്ട്. സോ എംപ്ലോയീസ് ആണ് ലക്ഷ്യങ്ങൾ അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നടപ്പാക്കുന്നത് എംപ്ലോയീസ് ആണ്. സോ എംപ്ലോയീസിന് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്തിരിക്കണം സെക്കൻഡ് സ്റ്റേജിൽ. ക്ലിയർ ആണോ? ഫീഡ്ബാക്ക് സ്റ്റേജ് ക്ലിയർ ആണോ? ഫസ്റ്റ് സ്റ്റേജിൽ നമ്മള് ജോലി വിവരണങ്ങളൊക്കെ പറഞ്ഞു, ദെൻ നമ്മള് ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു. ലക്ഷ്യങ്ങൾ നമ്മൾ സ്മാർട്ട് ഫോർമാറ്റിൽ നടപ്പാക്കണം. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു, നമ്മള് ജോലി വിവരണങ്ങളൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഘട്ടം പൂർത്തിയായി കഴിയുമ്പോൾ ലക്ഷ്യങ്ങൾക്ക് നമുക്ക് എംപ്ലോയീസിനും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. കാരണം വർക്ക് ചെയ്യുന്നത് ആരാണ്? എംപ്ലോയീസ് ആയതിനാൽ അവർക്കും കൂടി അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്തിരിക്കണം. ഇനി മൂന്നാമത്തെ സ്റ്റേജ് നോക്കാം. 3 സ്റ്റേജ് ആണ്, അത് കഴിഞ്ഞിട്ടൊന്ന് വായിക്കാം. ഓക്കെ, മൂന്നാമത്തത് അപ്രൂവൽ സ്റ്റേജ്. ഇപ്പൊ നമ്മൾ ലക്ഷ്യങ്ങളൊക്കെ കണ്ടു, ദെൻ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുത്തു, ദെൻ അതിന് അപ്രൂവൽ ആക്കാൻ പോവുകയാണ്. നോക്കാം. മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് ബോർഡ് എഗ്രി ടു ഡെഫിനിഷൻ ഓഫ് ദ റോൾ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെന്റും അതുപോലെ തന്നെ എംപ്ലോയീസും ലക്ഷ്യങ്ങളും റോളുകളൊക്കെ പറഞ്ഞിട്ട് അവരതിലൊക്കെ മീൻസ് അതിൽ യോജിക്കുകയാണ്. കാരണം അവര് റോൾസ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതിനൊക്കെ നമ്മൾ അംഗീകരിക്കുകയാണ്. എംപ്ലോയീസും മാനേജ്മെന്റ് ഒക്കെ ഓക്കെ, നമുക്ക് ഈ ലക്ഷ്യങ്ങളിലോട്ട് എത്തിച്ചേരാം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ റോളുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എംപ്ലോയീസ് ഓക്കെ എന്റെ റോൾ ഇതാണ് എന്ന് ഓരോ എംപ്ലോയീസും മനസ്സിലാക്കുന്നു. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്രൂവൽ കൊടുക്കുകയാണ്, യോജിക്കുകയാണ്. By making the first step of the performance management process collaborative. ഫസ്റ്റ് എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൊളാബറേറ്റീവ് ആണ്, സഹകരണപരമാക്കുന്നതിലൂടെ. മാനേജ്മെന്റ് സെറ്റ് ദ സ്റ്റേജ് ഫോർ ദ പ്രോസസ് ആസ് ഗോൾ ടു ബി കൊളാബറേറ്റീവ്. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു ഭയങ്കര മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ ഒരു കൊളാബറേറ്റീവ് ആയിട്ട് പോകുന്നതാണ്. സോ അതിനാൽ തന്നെ ആ ഒരു പ്രക്രിയ, ആ ഒരു പ്രോസസ്സ് മൊത്തത്തിൽ സഹകരിച്ച് തന്നെ പോകാൻ കഴിയുന്നത്. Goal to be collaborative, and employee feels that they are involved in a goal setting and important team, as evidenced by the Gallup study. The Gallup study എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് പ്രോസസ്സിൽ നമ്മൾ എംപ്ലോയീസിനെ കൂടുതൽ ഒരു കൊളാബറേറ്റീവ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എംപ്ലോയീസും മാനേജ്മെന്റും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ അതുപോലെ ഓൾ സ്റ്റെപ്സിൽ, അതായത് ഈ ഒരു നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് ചെയ്യുന്നതിന്റെ എല്ലാ സ്റ്റെപ്പിലും ഫസ്റ്റ് സ്റ്റെപ്പിലെ പോലെ തന്നെ ഒന്നിച്ച് എംപ്ലോയീസും മാനേജ്മെന്റും ഒന്നിച്ച് എന്ത് ചെയ്യുന്നു? കൊളാബറേറ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ എംപ്ലോയീസിന് ഒരു ഫീല് വരുന്നു, അതായത് എന്താണ്, നമ്മൾക്ക് ഈ ഒരു ഗോൾ സെറ്റിംഗിൽ എംപ്ലോയീസിനെയും നമ്മളെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് എംപ്ലോയീസിനിടയിൽ ഉണ്ടാക്കുന്നു. ഗാലപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പഠനം മീൻസ് നമ്മുടെ ആ ഒരു പഠനം പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ നമുക്കും കുറച്ച് ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ മീറ്റിംഗ്സുകളൊക്കെ വെക്കും അല്ലെ, മീറ്റിങ്ങുകളൊക്കെ വെക്കാറുണ്ടോ? വർക്ക് ചെയ്യുന്നവരാരും ഇല്ലേ കൂട്ടത്തില് അല്ലെ? ഇടയ്ക്ക് ഇപ്പൊ മാസത്തിലാണെങ്കിൽ മീറ്റിംഗ്സുകളൊക്കെ വെക്കും. അപ്പോ ഈ എംപ്ലോയീസിന്റെ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ നമുക്ക് മീറ്റിംഗിലൊക്കെ തരാറുണ്ട്. ഇപ്പൊ ഫീഡ്ബാക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, നമ്മളൊരു അവസരം, നമ്മൾ ചുമ്മാ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുക മാത്രമല്ല, മറിച്ച് അവിടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ് പറയാനുള്ള അവസരം നമുക്ക് കമ്പനി മീറ്റിംഗിൽ തരാറുണ്ടോ? വർക്ക് ചെയ്യുന്നവരാരും ഈ കൂട്ടത്തില്ല. എക്സാമ്പിൾ വെച്ചപ്പോൾ ഗീതു വർക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഗീതു മീറ്റിംഗിൽ ഇങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ലേ? സോ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഒരു ഫീൽ ചെയ്യാറില്ലേ, അത്യാവശ്യം നമ്മളെയും കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലെ, കമ്പനിയുടെ ടോട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മളും അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളൊരു ഫീല് എംപ്ലോയീസിന് അവിടെ ലഭിക്കുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്ലാനിങ്ങില് 3 സ്റ്റേജസ് ആണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് സ്റ്റേജ് ഡിഫൈനിങ്, ദെൻ ഫീഡ്ബാക്ക് സ്റ്റേജ്, ലാസ്റ്റ് അപ്രൂവല്. ഡിഫൈനിങ്ങിൽ നമ്മൾ പറഞ്ഞു ജോലിയുടെ വിവരണങ്ങളൊക്കെ പറയുന്നു, ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു, ലക്ഷ്യങ്ങൾ സ്മാർട്ട് ഫോർമാറ്റിൽ ചെയ്യുന്നു. രണ്ടാമത്തെ നമ്മുടെ ഫീഡ്ബാക്ക് ആണ്, അവിടെയാണ് നമ്മൾ എംപ്ലോയീസിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ റോൾസും കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുകയാണ്, അപ്രൂവൽ ചെയ്യുന്നു.
ദെൻ എല്ലാ സ്റ്റേജസും കൊളാബറേറ്റീവ് ആയിട്ട് പോകുന്നു. സോ എംപ്ലോയീസിന് ഒരു ഫീല് വരുന്നു. കാരണം ഗോൾ സെറ്റിംഗ്സിൽ നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് എന്നുള്ള ഒരു ഫീല് എംപ്ലോയീസിന് ഉണ്ടാകുന്നു. ഓക്കെ, ഇതാണ് അതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പ്ലാനിങ്ങിലെ 3 സ്റ്റേജസ് ഒന്ന് വായിക്കാം. മനസ്സിലാക്കി വായിക്കുക കേട്ടോ. സ്മാർട്ട് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തേക്കട്ടോ. സ്മാർട്ട് എന്തൊക്കെയാണ്? സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റിലവന്റ്, ടൈം ബേസ്ഡ്. മനസ്സിലാക്കി വായിക്കണോട്ടോ. എങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു എന്താ പറയാ ഒരു ഏരിയയാണ്. ഫസ്റ്റ് ഒരു ട്രെയിനിങ് ഡെവലപ്മെന്റിൽ നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷൻ പോലെയല്ല, ഇത് കുറച്ചും കൂടി നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് പഠിക്കുന്ന ഒരു സെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ എഫോർട്ട് എടുത്ത് വായിക്കണം കേട്ടോ. ഇത് കൂടുതൽ എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല അത്. നിങ്ങൾക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും അല്ലെ. നമ്മൾ ആദ്യം ആ ഒരു എടുത്ത സെക്ഷന്റെ അത്ര ഈസി ആയിട്ടുള്ള ഒരു സെക്ഷൻ അല്ല. തോന്നിയോ? അങ്ങനെ തോന്നിയോ? എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് നിങ്ങളോട് നന്നായിട്ട് വായിക്കണം. ദെൻ നമുക്ക് ഇതിൽ കൂടുതൽ വേറെ പുറത്തുനിന്ന് തിയറിറ്റിക്കൽ ആയിട്ട് പറയാനൊന്നുമില്ല. കാരണം ഇതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള കാര്യം തന്നെ മാക്സിമം ചുരുക്കി പറയുന്നത്. ദെൻ മറ്റ് ഇപ്പൊ നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പുറത്തുനിന്ന് എക്സാമ്പിൾ ഒക്കെ വെച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു സെക്ഷൻ അങ്ങനെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ടെക്സ്റ്റിലുള്ളത് എങ്ങനെയാണോ അതുപോലെ തന്നെ പഠിച്ചു പോകുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ച് കംപ്ലീറ്റ് ചെയ്യാട്ടോ എല്ലാവരും. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത സ്റ്റേജ് ആണ് കോച്ചിങ്. ഓക്കെ, കോച്ചിങ്ങിലും അതിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 3 സെക്ഷൻ പറയുന്നുണ്ട്. കോച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രെയിനിങ് ഒക്കെ പോലെ തന്നെയാണ് കേട്ടോ. കോച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെയാണ്. ദെൻ അതിൽ ഫസ്റ്റത്തെ കാര്യം നോക്കാം. ഓർഗനൈസ് മീറ്റിംഗ്സ് ഓൺ ടൈംലി റെഗുലർ ബേസിസ്. മീറ്റിംഗ്സ് ഒക്കെ നമ്മൾ സമയബന്ധിതമായിട്ട് കൃത്യമായിട്ടുള്ളൊരു ടൈം ഷെഡ്യൂളൊക്കെ മീറ്റിംഗ്സുകളൊക്കെ അറേഞ്ച് ചെയ്യാൻ നോക്കാം. When the parameters of the job and the objectives for the future have been set, the next step എന്നാണോ ടെക്സ്റ്റ് ബുക്കില് മിസ്റ്റേക്ക് ഉണ്ടാകുന്ന ഒന്ന് ശ്രദ്ധിച്ചേ. സ്റ്റെപ്പ് എന്ന് തന്നെയാണോ? യെസ്, ഓക്കെ, കുഴപ്പമില്ല. When the parameters of the job and the objectives for the future have been set,
the next step of the performance management process is initiated. When the parameters of job and the job in the parameter job parameters എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോലി എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു ജോബ് എങ്ങനെ ചെയ്യണം, ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ജോലി നമ്മൾ ചെയ്യുന്ന വിവരണങ്ങൾ. സോ when the parameters of the job objectives for future have been set, അതായത് എന്താണ് ജോലിയുടെ പാരാമീറ്ററുകളും അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്കുള്ള ലക്ഷ്യങ്ങളും ഗോൾസുകളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പ്ലാനിംഗ് സ്റ്റേജിൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ഈസ് ഇനിഷ്യേറ്റഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെർഫോമൻസ് മാനേജ്മെന്റുകൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പോലെയാണ്. അപ്പൊ നമ്മൾ പ്ലാനിങ്സിൽ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പൊ അതിൽ എംപ്ലോയീസ് ഒക്കെ അതിൽ അപ്രൂവൽ ഒക്കെ ചെയ്തു, ഓക്കെ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേജിലാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത്. Then the process of coaching is extremely important and must be carried out on regular basis. അപ്പൊ കോച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രക്രിയ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ്? മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് ഓൺ റെഗുലർ ബേസിസിൽ. അതായത് നമ്മള് കോച്ചിങ് കൊടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതൊരു പതിവായിട്ട് തന്നെ നടത്തുകയും വേണമെന്ന്. ഒരു വർഷത്തിൽ ഒരിക്കലും കൊടുക്കുക അങ്ങനെയല്ല. ഇപ്പൊ ഒരു മാസത്തിലാണെങ്കിൽ മാസത്തിൽ അത് പതിവായിട്ട് നമ്മൾ കോച്ചിങ് എംപ്ലോയീസിന് കൊടുക്കുക തന്നെ വേണം. Then the meeting should be at least quarterly, although monthly meetings are most suitable. ഇനി കോച്ചിങ് എന്ന് വെച്ചതുപോലെ മീറ്റിങ്ങുകൾ, ട്രെയിനിങ് പോലൊക്കെ ക്ലാസ്സുകളൊക്കെ കൊടുക്കില്ലേ, അതാണ് ഇപ്പൊ കോച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈ കോച്ചിങ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ റെഗുലറായിട്ട് കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ക്വാർട്ടർലി മീൻസ് മന്ത്ലി എങ്കിലും നമ്മള് മന്ത്ലി ആണ് കുറച്ചുകൂടി സ്യൂട്ടബിൾ എന്നാണ് പറയുന്നത്. ഓരോ മാസത്തിൽ ഇതുപോലെ മീറ്റിംഗ്സുകളൊക്കെ അറേഞ്ച് ചെയ്യാം. സോ അവിടെ മീറ്റിംഗ്സിൽ നമ്മളുടെ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പറയാനും അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടി നമ്മൾ ഈ മീറ്റിംഗ്സിലൂടെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യാം. റെഗുലർ ആയിട്ടുള്ള ബേസിസിൽ മീറ്റിംഗിന് അറേഞ്ച് ചെയ്യണം. മിനിമം ഒരു മന്ത്ലി മീറ്റിംഗ്സ് ആണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് പറയുന്നത് പ്രൊവൈഡ് നെസസറി ട്രെയിനിങ്, കോച്ചിങ് ആൻഡ് സൊല്യൂഷൻ. ഇനി നെസസറി ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ് എംപ്ലോയീസിന്. നോക്കാം, ദീസ് മീറ്റിംഗ് ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ സൊല്യൂഷൻ ആൻഡ് കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് rather than punitive measures for lackluster performance. എന്താ punitive എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് punitive എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷാർഹമായ കേട്ടോ പറയാ എന്താണത്. ദെൻ അതുപോലെ തന്നെ ലാക്സ്ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ലാക്സ്ലെറ്റർ എന്ന് പറഞ്ഞാല് ഒരു സുഖമില്ലാത്ത ഒരു പെർഫോമൻസ്. നമ്മൾ പറയില്ലേ ഒരു ചൊടിയില്ലാത്ത ഒരു മങ്ങിയ എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. മങ്ങിയ അതായത് ശരിയായിട്ടുള്ള ഒരു നല്ല ഒരു ആക്റ്റീവ് അല്ലാത്തൊരു പെർഫോമൻസ്. നോക്കാം, ദിസ് മീറ്റിംഗ് അപ്പൊ നമ്മൾ പറഞ്ഞു മന്ത്ലി മീറ്റിംഗ്സുകൾ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി ശേഷം പറയുന്നത് ദീസ് മീറ്റിംഗ്സ്, അതായത് നമ്മൾ കൊടുക്കുന്ന മന്ത്ലി മീറ്റിംഗ്സുകൾ അല്ലേ, ഈ മന്ത്ലി മീറ്റിംഗ്സുകൾ എന്താണ് മോശം പ്രകടനം, അതായത് ലാക്സ്ലെറ്റർ എന്ന് വെച്ചാല് ഇപ്പോ വലിയ നല്ല രീതിയിൽ ഇപ്പൊ അവർ ആ മന്തിലെ പെർഫോമൻസ് ഒരു എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള പെർഫോമൻസ് അവർ ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനെയുള്ള ഒരു മോശം പ്രകടനത്തിനുള്ള എന്താണ് ശിക്ഷാപര നടപടികളെ കുറിച്ച്. ശിക്ഷ കൊടുക്കാന്ന് വെച്ചാൽ എന്താണ്, എന്തെങ്കിലും പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ. ഇപ്പോ കമ്പനികളിൽ ഓരോ കമ്പനികളിൽ നമ്മൾ പറഞ്ഞപ്പോൾ ടാർഗറ്റ് ബേസ് ഒക്കെ ആണെങ്കിൽ ആ ടാർഗറ്റ് ബേസ് എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതിനുള്ള ഇൻസെന്റീവ്സും കാര്യങ്ങളും കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ശിക്ഷാ നടപടികളെക്കാൾ പരിഹാരങ്ങൾ അവർക്ക് എങ്ങനെ അതിനെ മറികടക്കാമെന്ന്, അങ്ങനെയുള്ളൊരു മറികടക്കുന്ന ഒരു എന്താ അതിനെ മറികടക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളും കൂടി അവര് പറഞ്ഞു കൊടുക്കണമെന്ന്. അതായത് മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ അവർക്ക് ആ ഒരു എംപ്ലോയീസിന് നല്ല രീതിയിൽ ആ മീറ്റിംഗിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഓരോ മന്ത്ലിയാണ് മീറ്റിംഗ് നടത്തുന്നതെന്ന് വിചാരിക്കുക. സോ ആ മന്ത്ലി ഉള്ള പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്ന് വിചാരിക്കട്ടെ. സോ അപ്പൊ അതിനുള്ള പണിഷ്മെന്റുകൾ കൊടുക്കുന്നതിനപ്പുറം അതിന് എങ്ങനെ നമുക്ക് പരിഹാരങ്ങളും കൂടി കാണണമെന്ന്, അതിനുള്ള സോൾവ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളും ആ ഒരു മീറ്റിംഗിൽ ചർച്ച ചെയ്ത് കൊടുക്കണം. ആ മീറ്റിംഗ് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ചുമ്മാ അവര് എന്തുകൊണ്ടാണ് പണിഷ്മെന്റ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്ലി പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കുറ്റപ്പെടുത്തലുകൾക്ക് പുറമേ
എങ്ങനെ അത് നെക്സ്റ്റ് മന്തിൽ ബെറ്റർ ആക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പരിഹാരങ്ങളും കൂടി ആ മീറ്റിംഗിൽ എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കണം. മീറ്റിംഗ്സ് ഒക്കെ വിളിക്കുമ്പോ അങ്ങനെ പറയാറില്ലേ? പറയാറുണ്ടോ? ഗീതു ആണോ നേരത്തെ മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞത്? അല്ലെ ഗീതു, അങ്ങനെ പറയാറില്ലേ? മീറ്റിംഗ് വിളിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ആ മന്തില് നിങ്ങൾക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോ അതിന് നമുക്ക് പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ രീതിയിൽ എന്തെങ്കിലും പണിഷ്മെന്റ് ഒക്കെ കമ്പനി ഭാഗത്തുണ്ടാകും. പണിഷ്മെന്റിന് പുറകെ നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ അത് ബെറ്റർ ആക്കണം. സോ നിങ്ങൾക്ക് ബെറ്റർ ആക്കാനായിട്ടുള്ള മാർഗങ്ങളും അവർ പറഞ്ഞു തരും അല്ലേ? Then if accountability is made into a negative, the employee will avoid rather than being honest about where they are struggling. എന്താണ് പറയുന്നത്? If accountability is made into negative, then employee will avoid rather than being honest about where they are struggling. അതായത് ഇപ്പോ വർക്ക് സ്ട്രഗിൾ ഒരുപാട് വരുമ്പോൾ, ഇപ്പൊ നമുക്കറിയാം വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം ഒരുപാട് വർക്ക് സ്ട്രഗിൾ വരും. ചില മാസങ്ങളില് ഭയങ്കരമായിട്ടുള്ള ഇയർ എൻഡിങ് ഒക്കെ വരുമ്പോഴാണ്. ഇപ്പോ ബാങ്ക് ഫീൽഡിലൊക്കെ ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫീൽഡിലൊക്കെ വരുമ്പോഴും ഇയർ എൻഡിങ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര വർക്കായിരിക്കും അല്ലെ? ഓഡിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വർക്ക് ലോഡ് കൂടും. സോ ഭയങ്കരമായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും ചില ടൈമില്. സോ ഈ വർക്ക് സ്ട്രഗിൾ ഒരുപാടായിട്ട് ഇങ്ങനെ വർക്ക് സ്ട്രഗിൾ വരുമ്പോൾ ചിലപ്പോ ഈ എംപ്ലോയീസ് എന്ത് ചെയ്യും? അവര് അതിനെ അവോയ്ഡ് ചെയ്യും. അതായത് ചിലപ്പോ അവര് ജോലി ക്വിറ്റ് ചെയ്യാൻ നോക്കും ഒരുപാട് സ്ട്രഗിൾ ഒക്കെ വരുമ്പോ. ഈ പലവരും ചിലപ്പോ ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിൻ ആണ്, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നോക്കിട്ട് അവരതിൽ വർക്ക് ചെയ്യുന്നതിന് പകരം ക്വിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയും കൂടി വരാറുണ്ട്. ചില ആളുകള് ചിലവർക്ക് ജോലിക്കൊക്കെ പോയിട്ടേ മീൻസ് അവർക്ക് പറ്റുന്നില്ല എന്ന് പറയും അല്ലെ? ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ടെൻഷൻ പിടിച്ച വർക്കാണ്, നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? സ്ട്രഗിൾ ആണെന്ന് കരുതിയല്ല, സ്ട്രഗിൾ ആയിരിക്കും. സോ ആ ഒരു സ്ട്രഗിൾ ആണെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ക്വിറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ടെന്ന് നെഗറ്റീവായിട്ടും ചിന്തിക്കുന്നത്. നെഗറ്റീവായിട്ട് ചിന്തിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാനും ചാൻസ് കൂടുതലാണ്. In certain cases, management training in this area can be really helpful to an organization. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസസ് ഒക്കെ വരുമ്പോൾ നമ്മള് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട്, ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയീസിനും ഓർഗനൈസേഷനും വെരി ഹെൽപ്ഫുൾ ആണെന്ന്. ട്രെയിനിങ്ങിലൂടെയൊക്കെ അവർക്ക് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം അല്ലെ, പെർഫോമൻസിന് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നൊക്കെ നമുക്ക് ട്രെയിനിങ്ങിൽ അവർ പറഞ്ഞു തരുന്നു. സോ അവർക്ക് ഇങ്ങനെ ക്വിറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസിയൊക്കെ നമുക്ക് ഈ ട്രെയിനിങ്സിലൂടെ ഒഴിവാക്കാനായിട്ടും സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള ഉദ്ദേശം എന്താണ്? ഇതുപോലുള്ള എംപ്ലോയീസിന് ഒരുപാട് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഒക്കെ വരും. സോ ആ ഒരു സ്ട്രഗിൾ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് തരുന്നത് ഏറ്റവും മികച്ചൊരു പ്രോസസ്സാണ് അല്ലെ? എല്ലാ ജോലിയിലാണെങ്കിലും, അത് ഏത് ഫീൽഡാണ്, ഇന്ന ഫീൽഡ് എന്നൊന്നും ഇല്ല, ഏത് ജോലിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് എല്ലാ മന്ത്ലി ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 3 months ഒക്കെ കൂടുമ്പോൾ ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കാറില്ലേ? ഉണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവര് പറഞ്ഞല്ലോ, അലി അല്ലേ കഴിഞ്ഞ ദിവസം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞത് അല്ലെ? കമ്പനിയിൽ ഇതുപോലെ ട്രെയിനിങ്സുകളും മീറ്റിംഗ്സുകളും കിട്ടാറുണ്ടോ? ട്രെയിനിങ് കിട്ടാറുണ്ടോ? മന്ത്ലി അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 3 months 6 months കൂടുമ്പോൾ മീറ്റിംഗ് ട്രെയിനിങ്സ് കിട്ടാറുണ്ട്. അത് ഹെൽപ്ഫുൾ ആണോ? തരുന്ന ട്രെയിനിങ് ഹെൽപ്ഫുൾ ആണോ? യെസ്, 3 months കൂടുമ്പോൾ. ഓക്കെ ആണ്, ഹെൽപ്ഫുൾ ആണ് അല്ലെ? നമുക്ക് പല കാര്യങ്ങളും ട്രെയിനിങ്സിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നു, അതിനെ നമ്മൾ പ്രാവർത്തികമാക്കുന്നു. ഇനി മൂന്നാമത്തെ നോക്കാം കേട്ടോ. അപ്പൊ കോച്ചിങ്ങിൽ തന്നെ വരുന്ന 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടില്ല. മൂന്നാമത്തെ നമ്മൾ നോക്കാൻ പോകുന്നു. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ടൈംലി മീറ്റിംഗ്സുകൾ അറേഞ്ച് ചെയ്യണം. രണ്ടാമതായിട്ട് പറഞ്ഞത് നെസസറി ആയിട്ടുള്ള ട്രെയിനിങ്സ് എംപ്ലോയീസിന് കൊടുക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് സോളിസിറ്റ് ഫീഡ്ബാക്ക് ഓൺ ബോത്ത് സൈഡ്. എന്ന് സോളിസിറ്റ് എന്ന് വെച്ചാൽ അഭ്യർത്ഥിക്കുകയാണ്. രണ്ട് സൈഡിൽ നിന്നുള്ള ഫീഡ്ബാക്ക്. രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? മാനേജ്മെന്റിന്റെയും എംപ്ലോയീസിന്റെയും രണ്ട് സൈഡിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അഭ്യർത്ഥിക്കണം അല്ലെ? രണ്ടുപേരുടെയും ഫീഡ്ബാക്ക് അറിഞ്ഞാലല്ലേ നമുക്ക് അവിടുത്തെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കും. നോക്കാം. സോളിസിറ്റ് ഫീഡ്ബാക്ക് ഓൺ ബോത്ത് സൈഡ്. Management should be capable of both giving and receiving honest feedback and work with the employee rather than adopting competitive stance. The ability to give actionable feedback is crucial here. അതായത് സത്യസന്ധമായിട്ടുള്ള ഹോണസ്റ്റി ആയിട്ടുള്ള ഫീഡ്ബാക്ക് സ്വീകരിക്കാനും അതുപോലെ സത്യസന്ധമായിട്ടുള്ള ഫീഡ്ബാക്ക് തിരിച്ചു നൽകാനും മാനേജ്മെന്റിന് കഴിഞ്ഞിരിക്കണം. Then
മാനേജ്മെന്റ് ഷുഡ് കേപ്പബിൾ ഫോർ ബോത്ത് ഗിവിംഗ് അല്ലേ, അതായത് ജീവനക്കാരുമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ എന്താണ് അവിടെ പറയുന്നത്, എംപ്ലോയീസ് റാദർ ദാൻ അഡോപ്റ്റിംഗ് കോമ്പറ്റീവ് സ്റ്റാൻസ്, അതായത് ഒരു കോമ്പറ്റീവ് സ്റ്റാൻസ് എന്ന് പറഞ്ഞാലേ ഒരു സമരപരമായിട്ടുള്ള ഒരു നിലപാടുകൾ ഇല്ലാതെ, അതായത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ നമ്മള് ഫീഡ്ബാക്ക് രണ്ട് ഭാഗത്തു നിന്നും എംപ്ലോയീസിന്റെ ആണെങ്കിലും മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ഫീഡ്ബാക്ക് അറിഞ്ഞുകൊണ്ട് അതിൽ നിന്നും നമ്മളുടെ പോരായ്മകൾ എന്താണോ അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കണം. കോമ്പറ്റീവ് സ്റ്റാൻസ് എന്ന് വെച്ചാല് ഒരു പ്രശ്നങ്ങളുടെ രീതിയിൽ ഒരു സമരപരമായിട്ടുള്ള ഒരു രീതി, അങ്ങനത്തെ ഒരു രീതിയല്ല. ഒരു സമാധാനപരമായിട്ട് കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്കുകൾ രണ്ടുപേരുടെയും ഭാഗത്തുള്ളത് ചോദിച്ചറിഞ്ഞ് അതിനുള്ള നമ്മൾ എവിടെയാണോ പോരായ്മ വന്നിരിക്കുന്നത് ആ പോരായ്മ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ കോച്ചിങ്ങില് 3 കാര്യങ്ങളാണ്. മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, ട്രെയിനിങ് കൊടുക്കണം, ദെൻ 2 സൈഡിൽ നിന്നും ഫീഡ്ബാക്ക് നേടുക. ദെൻ വായിച്ചു നോക്കാം, കോച്ചിങ് വായിച്ചു നോക്കാം. ഒരു പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ, 4 പോയിന്റ് ഉണ്ട്. 4 പോയിന്റ് ഉണ്ട് കേട്ടോ. 3 നിങ്ങൾ വായിച്ചു, അത് കഴിഞ്ഞിട്ട് നമുക്ക് വായിക്കാം. കോച്ചിങ്ങിൽ തന്നെ ഒരു പോയിന്റ് കൂടി വരുന്നുണ്ട്. 3 ഞാൻ പറഞ്ഞത്, 3 അല്ല കേട്ടോ, 4 പോയിന്റ് ഉണ്ട്. നെക്സ്റ്റ് ആണ് റിവ്യൂവിങ്, അടുത്തത്. ഓക്കെ, സാരില്ല, 3 ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. നാലാമത്തെ റീവിസിറ്റ് കൂടി ഉണ്ട് കേട്ടോ, കോച്ചിങ്ങിൽ 4 എണ്ണോടെ നോക്കാം. മനസ്സിലാക്കി വായിക്കണം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ, വായിച്ചോ? നാലാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ. കോച്ചിങ്ങിൽ തന്നെ വരുന്നതാണ്. 3 പോയിന്റ് അല്ലാണ്ട് 4 പോയിന്റ് ആണ് കേട്ടോ. ലാസ്റ്റ് വൺ, റീവിസിറ്റ് ഒബ്ജക്റ്റീവ് ആസ് നെസസറി. ഇപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ലക്ഷ്യങ്ങള് പ്ലാനിങ് സ്റ്റേജില്.
സോ അതിനൊന്ന് റീവിസിറ്റ് ചെയ്യുകയാണ്, അതായത് ഒന്നും കൂടി പരിശോധിക്കുക. As the performance management process carries on, management should revisit objectives to see if corrections should be made. So, നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് നടക്കുമ്പോൾ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റീവ്സിനെ ഒന്ന് റീവിസിറ്റ് ചെയ്ത് നോക്കുന്നു. ഓൾറെഡി നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്കിലും ഒന്ന് റീവിസിറ്റ് ചെയ്ത് നോക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സി ഇഫ് കറക്ഷൻ ഷുഡ് ബി മെയ്ഡ്, എന്തെങ്കിലും കറക്ഷൻസ് വരുത്താനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനായിട്ടുണ്ടോ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സിനെ ഒന്ന് റീവിസിറ്റ് ചെയ്യുന്നു. As well as pay attention to career development opportunities for their employee. അപ്പോൾ ഈ റീവിസിറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയീസിന്റെ കരിയർ വികസനത്തിന് അതിന് അവസരങ്ങളിലൊക്കെ കുറച്ചും കൂടി അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ എന്നും കൂടി അവർ ചെക്ക് ചെയ്യുന്നത്. അതായത് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? ആ ഒരു പ്രോസസ്സിലെ ഒബ്ജക്റ്റീവ്സിനെ ഒന്നുകൂടി പുനഃപരിശോധിക്കുന്നു. ഈ പുനഃപരിശോധിക്കുമ്പോൾ എംപ്ലോയീസിന്റെ കരിയർ ഡെവലപ്മെന്റിന് അവിടെ ഒരു പ്രാധാന്യം ആ നമ്മുടെ ലക്ഷ്യങ്ങളിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് കൂടി അവർ പരിശോധിക്കുന്നു. This step consists of reviewing overall performance of the employee. ഈ ഒരു സ്റ്റെപ്പിൽ എംപ്ലോയീസിന്റെ ഓവറോൾ പെർഫോമൻസ് നമ്മൾ റിവ്യൂ ചെയ്യുന്നു. How well the process itself works, and it also includes that reward, which is an extremely vital part of the entire process. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഒരു എംപ്ലോയീസിന്റെ ടോട്ടൽ ആയിട്ടുള്ള മൊത്തത്തിലായിട്ടുള്ള പ്രകടനങ്ങൾ പെർഫോമൻസിനെ വിലയിരുത്തുന്നതും ദെൻ എത്രത്തോളം അവരുടെ എംപ്ലോയീസ് അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തുന്നു. ദെൻ അതിനുള്ള റിവാർഡ്സുകളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലങ്ങൾ നമ്മൾ റിവാർഡ്സുകൾ എംപ്ലോയീസിന് കൊടുക്കുന്നു. ഇത് മുഴുവൻ നമ്മുടെ ഓൾ പ്രക്രിയയിൽ, അതായത് നമ്മുടെ ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന്. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഒക്കെ തയ്യാറാക്കി ഒബ്ജക്റ്റീവിനെ വീണ്ടും നമ്മൾ പരിശോധിച്ചു. ദെൻ കരിയർ ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ദെൻ നമ്മൾ ടോട്ടൽ ആയിട്ട് ഒരു എംപ്ലോയീസിന്റെ പ്രകടനം, മൊത്തത്തിലുള്ള പ്രകടനം നല്ലതാണോ എന്ന് നമ്മൾ പരിശോധിച്ച് ഇനി നല്ല പെർഫോമൻസ് ആണെങ്കിൽ അതിന് നമ്മൾ റിവാർഡ്സുകളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റൽ പാർട്ട് ആണ് ഈ ഒരു റീവിസിറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പ്. ഓക്കെ, ഇനി വായിച്ചു നോക്കി നാലാമത്തെ പോയിന്റ്. 3 വരെയല്ലേ വായിച്ചത്? കോച്ചിങ്ങില് 4ാമത്തെ പോയിന്റ് ആണ് കേട്ടോ അത്. വായിച്ചു നോക്കാം. വായിച്ചെല്ലാവരും 4ാമത്തെ. ഓക്കെ, അപ്പൊ കോച്ചിങ്ങിൽ വരുന്ന 3 കാര്യങ്ങളാണ് കേട്ടോ. ഓർഗനൈസ് മീറ്റിംഗ് ഓൺ ടൈംലി, മീറ്റിങ്ങുകളൊക്കെ നടത്തുക. പ്രൊവൈഡ് നെസസറി ട്രെയിനിങ്, കോച്ചിങ് ആൻഡ് സൊല്യൂഷൻസ്.
Then solicit feedback on both sides, മാനേജ്മെന്റിന്റെയും എംപ്ലോയ്മെന്റിന്റെയും സൈഡിൽ നിന്നുള്ള ഫീഡ്ബാക്സുകൾ, then ഒബ്ജക്റ്റീവ്സ് നമ്മൾ റീവിസിറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് കോച്ചിങ്ങിൽ വരുന്ന കാര്യങ്ങള്. ഇനി മൂന്നാമത്തതാണ് റിവ്യൂവിങ്. റിവ്യൂവിങ് കേട്ടോ. റിവ്യൂവിങ് എംപ്ലോയി പെർഫോമൻസ്. റിവ്യൂ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവലോകനം ചെയ്യുകയാണ്. എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ നമ്മൾ വിലയിരുത്തുക അല്ലെങ്കിൽ അവലോകനം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. നോക്കാം. At the end of the yearly performance management cycle, there should be an employee review, which is occasionally referred to as performance appraisal. Generally, these are held once a year to look at how well the employee performed during the time frame. At the end of the yearly performance management cycle, അതായത് നമ്മൾ ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിളിന്റെ ആ ഒരു എൻഡ് ഓഫ് ദ ഇയറിൽ എംപ്ലോയീസിന്റെ അവലോകനം ഉണ്ടായിരിക്കണം. അതായത് ഈ പെർഫോമൻസ് മാനേജ്മെന്റ് സൈക്കിൾ ആ ഒരു പ്രോസസ്സിൽ ഇവിടെ എംപ്ലോയീസിന്റെ ഒരു റിവ്യൂവിംഗ് നമ്മൾ ചെയ്തിരിക്കണം. വിച്ച് ഒക്കേഷണലി റെഫർ ടു എ പെർഫോമൻസ് അപ്രൈസൽ. ഇത് ഒരു പ്രകടന വിലയിരുത്തൽ എന്നറിയപ്പെടുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, എംപ്ലോയീസിന്റെ പെർഫോമൻസിന് നമ്മൾ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് വിലയിരുത്തലാണ്. എങ്ങനെയുണ്ട് പെർഫോമൻസ്, അവൻ ഉദ്ദേശിച്ചത്ര അവന്റെ മാക്സിമം ഉദ്ദേശത്തിലോട്ട് ലക്ഷ്യത്തിലോട്ട് അവൻ എത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ വിലയിരുത്തുന്നു. ജനറലി ദീസ് ആർ ഹെൽഡ് ഓൺ വൺസ് ഇയർ. ഇത് കോമൺ ആയിട്ട് നമ്മൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ സാധാരണയായിട്ട് ഒരു നിശ്ചിത കാലയളവിൽ എത്രത്തോളം, അതായത് ഒരു 1 ഇയർ വെച്ച് നോക്കും, ഒരു വർഷം കഴിയുമ്പോഴാണ് നോക്കുന്നത്. ആ 1 ഇയറിൽ അവൻ എത്രത്തോളം നല്ല രീതിയിൽ പെർഫോമൻസ് അവിടെ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നല്ല രീതിയിൽ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് എംപ്ലോയീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു 1 ഇയർ ആയിട്ടാണ് നമ്മൾ നിശ്ചിത കാലയളവിലാണ് നോക്കുന്നത്. ദെൻ എന്നിട്ട് നമ്മൾ പറയുന്നത് വർഷത്തിൽ ഒരിക്കലാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. Then there should be a clear record from previous check-ins in show the employee progress throughout the year. നമ്മൾ ആ ഒരു എംപ്ലോയീസിന്റെ ക്ലിയർ റെക്കോർഡ് ഫ്രം പ്രീവിയസ് ചെക്ക് ലിസ്റ്റ്, അതായത് നമ്മൾ പുരോഗതി കാണിക്കുന്നതിന്, ആ ഒരു വർഷത്തെ പുരോഗതി നോക്കുന്നതിന് വേണ്ടിയിട്ട് ആ എംപ്ലോയീസിന്റെ എംപ്ലോയീസ് പ്രോഗ്രസിന്റെ ചെക്ക്-ഇൻസ് നോക്കാന്ന്. ചെക്ക്-ഇൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോ മാനേജറും എംപ്ലോയീസും അവരുടെ വർക്ക് പെർഫോമൻസും അവരുടെ ചലഞ്ചസും അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന മീറ്റിംഗ്സുകളാണ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ മീറ്റിംഗ്സുകൾ കൂടും എന്ന് പറഞ്ഞല്ലോ. ഈ മീറ്റിംഗ്സുകൾ കൂടുമ്പോൾ അതിന്റെ റിപ്പോർട്ടൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാകും. അവര് മീറ്റിംഗ്സ് കൂടുമ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കും ഇല്ലേ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു സംഘങ്ങളോ ഇപ്പൊ കുടുംബശ്രീ പോലുള്ളതോ അങ്ങനെ എന്തെങ്കിലും സംഘങ്ങളൊക്കെ കൂടുമ്പോൾ നമ്മൾ മീറ്റിംഗ് കൂടുമ്പോൾ ഓരോ മീറ്റിംഗിനും റിപ്പോർട്ട് തയ്യാറാക്കും. ദെൻ നെക്സ്റ്റ് മീറ്റിംഗിൽ കഴിഞ്ഞ റിപ്പോർട്ടിൽ നമ്മൾ വായിക്കാറില്ല. എങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കില്ലേ ഓരോ മീറ്റിംഗില്, ആ മീറ്റിംഗിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, ഓരോരുത്തർ പറഞ്ഞ അഭിപ്രായങ്ങൾ ഇല്ലേ. അപ്പൊ അതാണ് ഈ ചെക്ക്-ഇൻസ് ഒന്നും ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ആ ഒരു മീറ്റിംഗ് എംപ്ലോയീസും മാനേജറും അവരുടെ വർക്ക് ലോഡും അതുപോലെ തന്നെ പെർഫോമൻസും ചലഞ്ചസും ആ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ മീറ്റിംഗ്സുകൾ. സോ ഈ മീറ്റിംഗ്സുകൾ നമ്മൾ ചെക്ക് ചെയ്യും, കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഈ വർഷം കഴിഞ്ഞ വർഷവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്തിട്ടൊക്കെ നോക്കുന്നു. എങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ അത്രയും പെർഫോമൻസ് ഈ പ്രാവശ്യം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. Then with problem solving, adjusting goals and other future looking tasks. The only backward looking process is the performance review to assess the behavior of the previous year. അതായത് നമ്മൾ പറഞ്ഞു ഈ ചെക്ക്-ഇന്നുകളൊക്കെ നോക്കിക്കൊണ്ട്, അതായത് കഴിഞ്ഞ വർഷത്തെ മീറ്റിംഗ്സുകളുടെ റിപ്പോർട്ട്സുകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ ലക്ഷ്യങ്ങളൊക്കെ ക്രമീകരിക്കാനൊക്കെ നമ്മളത് ഹെൽപ്പ് ചെയ്യുമെന്ന്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ചിലപ്പോൾ നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ ലെവലും കുറച്ചുകൂടി കൂട്ടാനായിട്ട് നമ്മൾക്കത് ഹെൽപ്ഫുൾ ആണെന്ന്. അതുപോലെ തന്നെ പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ കേട്ടോ, only the backward looking process is the performance review to assess the behavior of the previous year. അതായത് മുൻ വർഷത്തെ നമ്മുടെ മുൻ വർഷങ്ങളിലെ പെർഫോമൻസ് വിലയിരുത്തുന്നതിനായിട്ടുള്ള ഒരു പ്രകടന അതിനുള്ള ഒരു റിവ്യൂ കൂടിയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. അതായത് റിവ്യൂ എംപ്ലോയീസിന്റെ പെർഫോമൻസ് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു ചെക്ക്-ഇൻസ് എടുക്കുന്നു, അതായത് മുൻ വർഷത്തെയും കൂടി എടുക്കുന്നു. സോ
മുൻ വർഷത്തെ ഒരു പെർഫോമൻസിനെയും കൂടി നമുക്ക് ഒന്നും കൂടി വിലയിരുത്താനായിട്ടുള്ള ഒരു അവസരമാണ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. റിവ്യൂ എംപ്ലോയി പെർഫോമൻസിൽ പറയുന്നത് റിവ്യൂ ചെയ്യുകയാണ്. എംപ്ലോയീസിന്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് ഒരു അവലോകനം നടത്തുകയാണ്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെയുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ താരതമ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ അവലോകനം നടത്തുന്നത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയത് ഒന്നിച്ച് വായിക്കാൻ പറ്റില്ല, ഓരോന്നും സെപ്പറേറ്റ് ഇത് വായിക്കണം. എങ്കിൽ അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. റിവ്യൂവിംഗ് എംപ്ലോയി പെർഫോമൻസ്. കംപ്ലീറ്റ് ചെയ്തോ? ദെൻ റിവ്യൂവിംഗിൽ തന്നെ 4 സ്റ്റെപ്പുകളാണ് ഇപ്പൊ വരുന്നത്. 4 സ്റ്റെപ്പ് ഉണ്ട്. അതില് ഒന്നാമത്തെ ഇപ്പൊ നമ്മള് പറഞ്ഞത്. ഇനി അതില് ബാക്കി 3 സ്റ്റെപ്പുകൾ കൂടി ഉണ്ട്. റിവ്യൂവിംഗ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്, റിവ്യൂവിംഗ് ഓവറോൾ ഗോൾ കംപ്ലീഷൻ, ദെൻ ഗിവിംഗ് ആക്ഷനബിൾ ഫീഡ്ബാക്ക്. 4 പ്രോസസ് കൂടി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്തൊരു ആക്ഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പും കൂടിയുണ്ട്. അത്രയുമാണ് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റിലെ ടോട്ടൽ സ്റ്റെപ്പുകൾ വരുന്നത്. 4 പ്രോസസ് ആയിട്ട് 4 സ്റ്റെപ്പുകളായിട്ടാണ്. അതിൽ നമ്മളിപ്പോ 2 സ്റ്റെപ്പ് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. 3ാമത്തെ സ്റ്റെപ്പില് ഫസ്റ്റ് പ്രോസസ് വരെയാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് എന്തായാലും ഈ ഒരു ടൈം പോരാ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാം. മതിയോ? സന്തോഷമായി എല്ലാവർക്കും. കുഴപ്പമില്ല, കാരണം ഞാനിപ്പോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് തീരില്ല. ബാക്കി 3 പോയിന്റ്സുകൾ കിടക്കുകയാണ്. 3 അത്യാവശ്യം പറയാനുണ്ട്. ഓരോന്നും പറഞ്ഞതിന് ശേഷം നിങ്ങളെ വായിപ്പിച്ചിട്ട് മാത്രമേ എനിക്ക് അടുത്തതിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. കാരണം അറിയാലോ, കുറച്ച് ഘടകട്ടിയായിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെയാണ്. ദെൻ ഇന്ന് നമ്മുടെ സ്ട്രെങ്ത്തും വളരെ കുറവാണ്. കുഴപ്പമില്ല. അപ്പൊ എടുത്തിട്ട് ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കാം. ദെൻ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ പറയാം. നിങ്ങളോട് സംസാരിക്കാനുള്ള ടൈം ഒട്ടും കിട്ടാറില്ല നമുക്ക്. കാരണം നമ്മളുടെ 1 hour ആണ് ക്ലാസ്. 1 hour മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അതിന്റെ ഇടയിൽ നിങ്ങളോട് സംസാരിക്കാനൊന്നും പറ്റാറില്ല. ദെൻ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? ഓക്കെയാണോ? നിങ്ങൾക്ക് പറയാട്ടോ. നിങ്ങൾക്ക് പറയാനായിട്ടുള്ളൊരു ടൈമാണിത്. ഒന്നും സംസാരിക്കാനില്ല. പഠനം എങ്ങനെ പോകുന്നു? എല്ലാവരുടെയും പഠിക്കുന്നുണ്ടോ? ഇതിന്റെ ഇടയില് വർക്ക് ചെയ്യുന്നവരും എല്ലാവരും ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും മൈക്ക് ഓഫ് ആണോ? ഓക്കെ, മൈക്ക് ഓഫ് ആയിരുന്നല്ലേ? ഓക്കെ, സോറി. പഠനം ഇനി എങ്ങനെ പോകുന്നു? പഠിക്കുന്നുണ്ടോ എല്ലാവരും? ലാസ്റ്റ് റിവിഷന് വേണ്ടി ആരും വെച്ചിട്ടില്ലല്ലോ. അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. കാരണം അറിയാലോ, ഓരോ ചാപ്റ്റേഴ്സ് ചിലത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നല്ല എളുപ്പമായിരിക്കും. നമുക്ക് കേട്ടിരിക്കാനൊക്കെ നല്ല രസം ഉണ്ടാക്കും. പക്ഷെ കുറച്ച് എത്തുമ്പോഴാണ് കുറച്ചും കൂടി ടഫ് ആയിട്ട് നമുക്ക് തോന്നും. കുഴപ്പമില്ല, നമ്മൾ ആ ഒരു ഇതിനകത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് അല്ലെ? ഇപ്പൊ എല്ലാവരും നമ്മളുടെ ട്രാക്കിലോട്ട് എത്തിയിട്ടുണ്ട്. ദെൻ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും പഠിക്കാനായിട്ട് കുറച്ച് സമയമൊക്കെ കണ്ടെത്താട്ടോ. നമ്മുടെ വർക്കിന്റെ ഇടയിൽ വർക്ക് വേണം നമുക്ക്, എങ്കിലും അതിന്റെ ഇടയിൽ കൂടി നമുക്ക് നമ്മുടെ പഠനത്തിനുള്ളൊരു സമയം കൂടി കണ്ടെത്താം.
നിങ്ങൾ അറ്റ്ലീസ്റ്റ് മോക്ക് ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് അതാത് ബേസിൽ അറ്റൻഡ് ചെയ്യാം. എക്സാമൊക്കെ എളുപ്പമായിരിക്കും. പഠിക്കുക. ദെൻ ക്ലാസ്സുകളൊക്കെ ഓക്കെയാണോ നിങ്ങൾക്ക്? എല്ലാ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല, നല്ലതാണ്. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ? സ്പീഡ് ഓക്കെയാണോ? അതെ. ഓക്കെ, ഞാൻ മാക്സിമം നിങ്ങളെക്കൊണ്ട് ഞാൻ വായിപ്പിച്ചിട്ട് എടുക്കാൻ തുടങ്ങുന്നത്. എനിക്കും അത് തന്നെയാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ. കാരണം ഒരുപാട് നമ്മളത് എടുത്തു പോയിട്ട് ഒരുമിച്ച് വായിച്ചാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. ഇപ്പൊ തന്നെ നമ്മൾ ഒരു പാരഗ്രാഫ് ആണെങ്കിലും കുഞ്ഞു പാരഗ്രാഫ് ആണെങ്കിലും അതിന്റെ ഉള്ളിൽ വരുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് അല്ലേ. നമ്മൾ കാണുമ്പോൾ കാഴ്ചയിൽ അത് ചെറിയ പോയിന്റ്സ് ആയിരിക്കാം, പക്ഷെ അത് പറഞ്ഞു വരുമ്പോഴാണ് കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഒരു സിമ്പിൾ ആയിട്ടുള്ളതല്ല, കുറച്ചും കൂടി ഉള്ളിലോട്ട് ആഴ്ന്നിറങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കുറച്ച് സ്ലോ ആയിട്ട് നമ്മൾ പോകുന്നത്. സ്ലോ ആയിട്ട് തോന്നുന്നുണ്ടോ? ഈ ഒരു നോർമൽ സ്പീഡ് തന്നെയാണ് കേട്ടോ. ഒരുപാട് സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ എടുത്തത്രയും നന്നായിട്ടൊക്കെ പഠിക്കുക, വായിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്.